നന്ദിനി ഇരിക്ക്. കിഷോർ പറഞ്ഞു കേട്ടതും നന്ദ പേടിയോടെ ജയനെ എന്ന് നോക്കി. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഇരിക്കും നന്ദ. ജയനെ ഇരുന്നുകൊണ്ട് അവളുടെ നേരെ കണ്ണു കാണിച്ചു. അത് കണ്ടതും ചെറിയൊരു ആശ്വാസത്തോടെ അയാളുടെ അടുത്തായി നന്ദയും ഇരുന്നു. പിന്നെ കാര്യമറിയാനുള്ള തിടുക്കത്തോടെ മുന്നിലുള്ള കിഷോറിനെ നോക്കി. അത് കണ്ടതും അവൻ നന്നായി ഒന്ന് ചിരിച്ചു. ഞാൻ ബാങ്കിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ആ വീട് ജപ്തി ചെയ്യാതെ വേറെ വഴിയില്ലെന്നാണ് അയാൾ പറയുന്നത്. ഞാൻ ഒത്തിരി സംസാരിച്ചു നോക്കി, പക്ഷെ വേറെ ഒരു വഴിയുമില്ല. കിഷോർ പറഞ്ഞു കേട്ടതും അവളുടെ മുഖം വല്ലാതെ ഒന്ന് വാടി. അതിലിനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ സാർ? അവളുടെ മുഖം കണ്ടതും ചെയ്യുന്നൊരു സംശയത്തോടെ ചോദിച്ചു. ആ വീട് ലേലത്തിൽ വെക്കുമ്പോൾ നമുക്ക് വാങ്ങാൻ നോക്കാം. അതുവരെ എന്തായാലും നന്ദിനിക്ക് അവിടെ നിന്നും ഇറങ്ങേണ്ടി വരില്ല. അതിനുള്ളതൊക്കെ ഞാൻ എൻ്റെ ഹോൾഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. കിഷോർ പറഞ്ഞതിന് വെറുതെ ഒന്ന് തലകുലുക്കാൻ മാത്രമേ നന്ദയ്ക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ വീട് തിരിച്ചു പിടിക്കാൻ ഒത്തിരി ലക്ഷങ്ങളാകില്ലേ സാർ? ആ, അത് പിന്നെ ആകാതിരിക്കോ? ലേലം വിളി ആയിരിക്കുമല്ലോ, നമുക്ക് നോക്കാം. കിഷോർ പറഞ്ഞതിനും ജയനും ഒന്ന് മൂളി. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ സാർ? നന്ദ ചെറിയിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു കേട്ടതും കിഷോർ ചിരിയോടെ സമ്മതം നൽകി. പാവം കുട്ടി, അതിൻ്റെ വീട്ടിലാകെപ്പാടെ കഷ്ടപ്പാടാണ് സാർ. ജയൻ പറഞ്ഞത് കേൾക്കെ താല്പര്യത്തോടെ കിഷോർ അയാളെ നോക്കിയിരുന്നു. അപ്പം തന്നെ അവളുടെ വീട്ടിലെ അവസ്ഥയും ഉണ്ണിക്കുട്ടൻ്റെ കാര്യവുമെല്ലാം ജയൻ അവനോട് പറഞ്ഞു. എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റിയാൽ അത് ചെയ്യണം സാർ. ജയൻ പുറത്തേക്ക് പോകാൻ സമയം പറഞ്ഞത് കേൾക്കെ കിഷോർ ഒന്ന് മൂളി. രാത്രി ഉണ്ണിക്കുട്ടൻ്റെ അരികിൽ ഇരുന്നുകൊണ്ട് അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നന്ദ കരഞ്ഞുപോയി. നമുക്ക് മാത്രം എന്താമ്മ ഇങ്ങനെ? ഈ വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകും? അതും അച്ഛനുറങ്ങുന്ന മണ്ണ് വിട്ട്. നന്ദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. നീ ഇങ്ങനെ കരയാതെ മോളെ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അല്ലെങ്കിൽ തന്നെ ഇതങ്ങ് പോട്ടേന്ന് വെക്കണം. എന്നിട്ട് വല്ല വാടക വീടും നോക്കാം. പിന്നെ ബാങ്കിൽ പൈസ കൊടുക്കണ്ടല്ലോ. അവർ ഉള്ളിലെ സങ്കടം മടക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു കേൾക്കെ നന്ദ ദേവകിയുടെ മടിയിലേക്കായി ചാഞ്ഞു. എനിക്ക് പകരം അമ്മയ്ക്കൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരവസ്ഥ നിങ്ങൾക്ക് വരില്ലായിരുന്നു. എനിക്ക് പക്ഷേ അത്രയ്ക്കും ധൈര്യമൊന്നുമില്ലമ്മേ. നന്ദ കണ്ണുനീരോടെ പറഞ്ഞു. കരയാതെ കുട്ടി, ആ സാർ എന്തെങ്കിലും വഴി കാണാമെന്നല്ലേ പറഞ്ഞത്? ഒന്നും നടന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഇറങ്ങാം. ഒരു ചെറിയ വീട് നോക്കി വെക്കാൻ വാടകയ്ക്ക്. ഇനിയിപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാതെ കിടക്കാൻ നോക്ക്. ദേവകി അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു കിടന്ന് നന്ദി എന്ന് മൂളി. നന്ദയുടെ ഫോൺ റിങ് ചെയ്തതും അവൾ പതിയെ കണ്ണ് തുടച്ചുകൊണ്ട് ദേവകിയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു. അറിയാത്ത നമ്പറാണ്. നന്ദ സംശയത്തോടെ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു. ഹലോ നന്ദിനി, ഞാൻ കിഷോറാണ്. ഒരു നിമിഷം കഴിഞ്ഞാണ് അതാരാണെന്ന് അവൾക്ക് മനസ്സിലായി തന്നെ. സാറോ? സാറിൻ്റെ ഈ രാത്രിയിൽ വിളിച്ചത്? അത് കേൾക്കുമ്പോൾ നന്ദയുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് പോയിരുന്നു. വീടിൻ്റെ കാര്യം സംസാരിക്കാനാണ് നന്ദിനി. ഞാൻ ബാങ്ക് മാനേജരോട് വിളിച്ച് സംസാരിച്ചിരുന്നു. ഒത്തിരി സംസാരിച്ചതിന് ശേഷമാണ് അയാളത്തിന് സമ്മതിച്ചത്. തൻ്റെ വീട് എനിക്ക് വിൽക്കാൻ തനിക്ക് താല്പര്യമുണ്ടോ? സാർ? കിഷോർ പറഞ്ഞു കേട്ടതും നന്ദ ഞെട്ടിലോടെ അവനെ വിളിച്ചുപോയി. ഹേയ് കോൾ നന്ദിനി, ഞാൻ പറയുന്നത് മൊത്തം കേൾക്ക്. അവളെ ആദ്യം പിടിച്ച് വിളിക്കേണ്ടതും കിഷോർ ഒരു ചിരിയോടെ പറഞ്ഞു. ഞാനൊരു ബിസിനസ്മാനാണ് നന്ദിനിക്കറിയാലോ. അപ്പോൾ തനിക്ക് ഇത്രയും വലിയ തുക എന്ത് വിശ്വസിച്ചാണ് ഞാൻ തരുന്നത്? അതുകൊണ്ട് ഒരു തീരുമാനം ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞു കേട്ട് നന്ദിനിക്കും അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. കിഷോർ പറയാൻ പോകുന്ന കാര്യം എന്തായിരിക്കുമെന്നറിയാതെ നന്ദ അതിനുവേണ്ടി കാതോർത്തു. അതായത് ബാങ്കിലെ ക്യാഷ് മുഴുവനും ഞാൻ അടച്ചു തീർത്തോളാം. അതിന് പകരമായിട്ട് നന്ദിനി ആ വീടും സ്ഥലവും എനിക്ക് എഴുതി തരണം. എത്ര കാലം വേണമെങ്കിലും നന്ദിനിക്കും കുടുംബത്തിനും അവിടെ തന്നെ താമസിക്കാം. പൈസ കിട്ടുമ്പോൾ അത് തന്നിട്ട് വീട് തൻ്റെ പേരിലേക്ക് മാറ്റുകയും ചെയ്യാം. എന്താണ് ഇതിനെക്കുറിച്ച് നന്ദിനിയുടെ അഭിപ്രായം? കിഷോർ ചോദിക്കുന്ന കേട്ടതും നന്ദ നന്നായി വിയർത്തുപോയി. സാർ, ഞാൻ അവനോട് എന്തു മറുപടി പറയണമെന്നറിയാതെ നന്ദയൊന്ന് വിക്കി. നല്ലോണം ആലോചിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി. എന്നാ ഞാൻ വെക്കുവാ നന്ദിനി. പിന്നെ ഒന്നും പറയാതെ കിഷോർ ഫോൺ വെച്ചതും ദേവി നന്ദയുടെ കയ്യിൽ പതിയൊന്ന് പിടിച്ചു. കിഷോർ പറഞ്ഞതെല്ലാം ദേവിയോട് പറയുമ്പോൾ നന്ദ ആകെ ധർമ്മസങ്കടത്തിലായിപ്പോയി. ഇതിപ്പോൾ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം മോളെ. ഇവിടെ തന്നെ നമുക്ക് വാടകയ്ക്ക് താമസിക്കാം. അങ്ങനെ ഒരു മനസ്സാ സാറിന് തോന്നിയല്ലോ. ദേവി തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴും എന്ത് വേണമെന്നറിയാതെ ചിന്തയിലായിരുന്നു അവൾ. എനിക്ക് സമ്മതം സാർ. കണ്ണുകൾ പൂഞ്ഞു നേറിയിട്ടും കിഷോറിന് മുന്നിൽ കരയാതെ പിടിച്ചു നിന്നു നന്ദ. വെരി ഗുഡ് നന്ദിനി. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ബാങ്കിൽ പോയി ആ വീട് തിരിച്ചെടുക്കാം. അത് കഴിഞ്ഞ ഉടനെ രജിസ്ട്രേഷൻ. കിഷോർ ചിരിയോടെ പറഞ്ഞു കേട്ടതും ഒന്ന് തല കുലുക്കി അവൾ. മറ്റെന്തു പറയാൻ? അങ്ങനെയാണെങ്കിൽ നന്ദിനി ഇന്ന് ലീവാക്കിക്കോ. എന്നിട്ട് താഴെ വെയിറ്റ് ചെയ്താൽ മതി. ബാങ്കിൽ ഒരുമിച്ച് പോകാം. എന്തു പറയുന്നു? കിഷോർ ചോയ്സിന് വീണ്ടും അവൾ തല കുലുക്കി. എങ്കിൽ നന്ദിനി താഴെ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്തു. ഞാനിപ്പോൾ വന്നേക്കാം.
കിഷോർ പറഞ്ഞതിനൊന്ന് മൂളിക്കൊണ്ട് അവൾ ക്യാബിൻ പുറത്തേക്ക് നടന്നു. അതൊന്ന് നോക്കി ചിരിയോടെ കിഷോർ ഫയലെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് ലാപ്പ് ക്ലോസ് ചെയ്തു വെച്ചു. പിന്നെ കാറിൻ്റെ കീം എടുത്ത് പുറത്തേക്കിറങ്ങി. ലിഫ്റ്റിൽ കയറുമ്പോൾ തലമുടിയെല്ലാം നേരെയാണെന്ന് നോക്കി ഒന്നുകൂടെ അത് ഒതുക്കി വെച്ചു. കാറിനടുത്തേക്ക് പോകുമ്പോൾ കണ്ടിരുന്നു വിഷാദഭാവത്തിൽ ചുമരി ചാരി നിൽക്കുന്ന നന്ദിനിയെ. അത് കണ്ട് ഇളം പുഞ്ചിരിയോടെ കിഷോർ കാർ അവളുടെ അടുത്തേക്ക് കൊണ്ട് നിർത്തി. നന്ദിനി പുറകിലെ ഡോർ തുറക്കാൻ പോയ സമയം തന്നെ കിഷോർ അവൾക്ക് വേണ്ടി ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. കയറിക്കും നന്ദിനി, എല്ലാം കഴിഞ്ഞ് എനിക്കിവിടെ തിരികെ വരാനുള്ളതാ. ഫ്രണ്ടിൽ കയറണോ എന്ന് സംശയിച്ച് നിൽക്കുമ്പോഴാണ് കിഷോർ അല്പം ഗൗരവത്തിൽ അത് പറയുന്നത്. പിന്നെ ഒന്നും നോക്കാതെ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിയിരുന്നു അവൾ. നന്ദിനിക്ക് ഒത്തിരി വിഷമമുണ്ടല്ലേ ആ സ്ഥലം വിൽക്കുന്നതിൽ? കിഷോർ സംസാരത്തിന് തുടക്കം കുറിക്കാൻ എന്നതുപോലെ ചോദിച്ചു. അതിനൊന്ന് ചിരിച്ചതല്ലാതെ വേറൊന്നും പറഞ്ഞില്ല അവൾ. താനത് വിൽക്കുവാണെന്ന് വിചാരിക്കേണ്ടിടും. എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ തങ്ങാം. ഞാൻ നിങ്ങളെ അവിടെ നിന്നും ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. കിഷോർ ചിരിയോടെ പറഞ്ഞു കേട്ടതും അവളും ഒന്ന് ചിരിച്ചെന്നു വരുത്തി. നന്ദിനിയുടെ മുഖത്ത് പുഞ്ചിരി തന്നെയാണ് നല്ല ചേർച്ച, അല്ലാതെ തനിക്ക് വിഷാദമൊട്ടും ചേരില്ല. അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ ചെറുചിരിയിലേക്ക് നോക്കിക്കൊണ്ട് കിഷോർ പറയുമ്പോൾ ഒരു വല്ലായ്മയുടെ നന്ദിനി മുഖം താഴ്ത്തി. ഇയാളുടെ കൂടെ ഇറങ്ങിത്തിരിച്ചത് അബദ്ധമായി പോയി എന്ന് പോലും അവൾക്ക് തോന്നി. കാലം നല്ലതല്ല, ആരെയും കണ്ണടിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. എങ്കിലും സാഹചര്യമാണ്. നന്ദ മനസ്സിലോർത്തുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു. അപ്പോഴേക്കും അവൾ വഴി പറഞ്ഞു കൊടുത്തനുസരിച്ച് ബാങ്കിലെത്തിയിരുന്നു. തന്നെ സാറിൻ്റെ ഒപ്പം കണ്ടാൽ ആ ബാങ്ക് മാനേജർ എന്തെങ്കിലും അരുതാത്തത് പറയുമെന്ന് പേടിയുണ്ടായിരുന്നു നന്ദയ്ക്ക്. പക്ഷേ അവർക്ക് നല്ല സ്വീകരണം തന്നെയാണ് കിട്ടിയത്. മാനേജർ തന്നോട് അനാവശ്യമായി ഒന്നും സംസാരിക്കാതെ ലോണിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. അത് അവൾക്കൊരു ആശ്വാസമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇടപാടെല്ലാം തീർന്ന സ്ഥിതിക്ക് സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് തരാമല്ലോ അല്ല സാർ? ക്യാഷ് എല്ലാം അടഞ്ഞു കഴിഞ്ഞപ്പോൾ കിഷോർ ചോദിച്ചു കേട്ടതും അയാൾ ചിരിയോടെ തല കുലുക്കി. പിന്നെ വേഗത്തിൽ തന്നെ നന്ദിനിയുടെ വീടിൻ്റെ പ്രമാണം കിഷോറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നാൽ ശരി സാർ. കിഷോർ അയാൾക്ക് കൈ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ സമയമാണ് മാനേജർ നന്ദിനിയെ വിളിക്കുന്നത്. എനിക്ക് നന്ദിനിയോടൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു. ഓ യെസ്, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. സംശയത്തോടെ തിരിഞ്ഞു നോക്കി കിഷോറിനോടായി മാനേജർ പറഞ്ഞു കേട്ടതും കിഷോർ ചിരിയോടെ നന്ദിയോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഇത്രയും വലിയ പുളിങ്കൊമ്പ് എങ്ങനെ ഒപ്പിച്ചു? അപ്പോൾ എനിക്ക് തരാൻ മാത്രമേ നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ? 2 ദിവസം കൊണ്ട് ഇത്രയും പൈസ ഒപ്പിച്ചെങ്കിൽ നീ നല്ല ചരക്ക് തന്നെയാണല്ലോടി. അയാൾ തൻ്റെ താടി ഒഴിഞ്ഞുകൊണ്ട് നന്ദിനിയെ അടിമുടി നോക്കി പറഞ്ഞു. സൂക്ഷിച്ച് സംസാരിക്കണം സാർ. തൻ്റെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെപ്പോലെയാണ് എല്ലാവരും എന്ന് കരുതിയോ ഡി? ചുവന്ന കണ്ണുകളുമായി അയാൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് നന്ദ പറഞ്ഞു കേട്ടതും അയാൾ ദേഷ്യത്തോടെ നന്ദയ്ക്ക് നേരെ അടുത്തു. വീട്ടിലുള്ളവരെ പറഞ്ഞപ്പോൾ പൊള്ളിയല്ലേ? അതുപോലെ തന്നെയാണ് ഞാനും. എനിക്കും വേദനിക്കും. നന്ദയുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. ഏയ് നന്ദിനി, താൻ കരയാതെ. ഞാൻ തന്നോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ചോദിച്ചതാണ്. ഇനിയായാലും ഞാൻ കാത്തിരിക്കാം. അതുകൊണ്ട് നന്ദിനിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല, മറിച്ച് ലാഭമുണ്ടാക്കുകയും ചെയ്യും. നന്ദിയുടെ കയ്യിൽ പതിയെ പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു കേട്ടതും ദേഷ്യത്തിൽ ആ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അയാളുടെ കർണം നോക്കിയൊന്ന് പൊട്ടിച്ചു അവൾ. മേലാൽ എനിക്ക് വില പറഞ്ഞു വന്നാലുണ്ടല്ലോ, കാലിൽ കിടക്കുന്ന ചെരുപ്പ് കൊണ്ടായിരിക്കും മറുപടി പറയുന്നത്. അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി അത്യധികം ദേഷ്യത്തോടെ പറയുന്ന അവളെ കാണെ അയാൾ നടങ്ങി. ആരെങ്കിലും അറിഞ്ഞാൽ തനിക്കാണ് നാണക്കേട്. ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് അയാൾ അവളെ ദേഷ്യത്തോടെ നോക്കി. പുറത്തിറങ്ങുമ്പോൾ കിഷോർ അവളെ കാത്ത് കാറിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു. ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകാം അല്ലേ നന്ദ? കിഷോർ ചോദിച്ചതിന് അവൾ പതിയെന്ന് തലയാട്ടി. ഇതിനൊക്കെ ഒത്തിരി വട്ടം നടക്കണം, പക്ഷെ ഇത്തിരി പിടിപാടുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നന്ദിനി ഇന്ന് മാത്രം വന്ന് സൈൻ ചെയ്താൽ മതി. കിഷോർ പറയുന്നത് മാത്രം കേട്ടിരിക്കുന്നവളെ നിന്ന് നോക്കിക്കൊണ്ട് അവൻ പിന്നെ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. കിഷോറിൻ്റെ പേർക്ക് ആ വീടും വസ്തുവും എഴുതി കൊടുത്ത് ഒപ്പ് വയ്ക്കുമ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കുകയും കണ്ണ് നിറയുകയും ചെയ്തു. സത്യത്തിൽ ബാങ്കിൽ പലിശയും മുതലും എല്ലാം കൂടി അടച്ചെടുത്തപ്പോൾ ആ വസ്തുവിൻ്റെ വിലയേക്കാളുമുണ്ട്. എനിക്കത് ഒരു നഷ്ടം തന്നെയാണ്, പക്ഷെ നന്ദിനിക്കായതുകൊണ്ട് ഞാനത് കാര്യമാക്കുന്നില്ല. കിഷോർ പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞു കേട്ടവൾ നിർവികാരമായി നിന്നു. ഇനിയിപ്പോൾ ഞാൻ നന്ദിനിയെ വീട്ടിൽ കൊണ്ടുവിടണോ അതോ താൻ പോയിക്കോളുവോ? കിഷോർ തൻ്റെ കയ്യിൽ വാച്ചിലെ സമയം നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ പോയിക്കോളാം സാർ, ഇവിടുന്ന് ബസ്സുണ്ട്. ബസ് സ്റ്റോപ്പ് ചൂണ്ടി കാണിച്ചുകൊണ്ട് നന്ന പറഞ്ഞതും അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് കിഷോർ വണ്ടിയിൽ കയറി. അത് പോന്ന് നോക്കി നിന്നവൾ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവളെ റോട്ടിൽ ഓടുന്ന ബസ് വന്നതും അതിൽ കയറിയിരുന്നു നന്ദ. കവലയിൽ ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ അവിടെയൊന്നും ആയിരുന്നില്ല നന്ദയുടെ മനസ്സ്.
ഒന്ന് വീടെത്തിയെങ്കിൽ പൊട്ടിക്കരയാമായിരുന്നു എന്നതുപോലെയാണ് അവളുടെ നടപ്പ്. മനസ്സ് മുഴുവനും വല്ലാത്ത വിങ്ങലാണ്. ആകെയുണ്ടായിരുന്ന കിടപ്പാടം കൂടെ പോയിരിക്കുന്നു. ശരീരത്തിന് വിലയിടാൻ ഇനി ആരും വരില്ലല്ലോ എന്ന കാര്യത്തിൽ ആശ്വാസമുണ്ടെങ്കിലും അച്ഛൻ കഷ്ടപ്പെട്ട് പണിത വീട് നഷ്ടമായതോർത്ത് ചങ്ക് പൊഴിഞ്ഞു അവൾക്ക്. മോൾക്കായിട്ട് അച്ഛന് തരാൻ ആ വീട് മാത്രമേ ഉള്ളൂ. അവിടെ നിന്നും ആരും നിങ്ങളെ ഇറക്കി വിടില്ലല്ലോ എന്ന ആശ്വാസത്തിൽ അച്ഛൻ കണ്ണടയ്ക്കുക. ചോര പുരണ്ട കൈകൾ കൊണ്ട് തൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവസാനമായി അച്ഛൻ പറഞ്ഞതോർത്തതും നന്ദയുടെ ചുണ്ടുകൾ വിങ്ങിപ്പോയി. അവൾ തളർച്ചയോടെ തോടിൻ്റെ കലങ്ങിൽ പിടിച്ചു നിന്നുകൊണ്ട് ഒന്ന് കിതച്ചു. നമ്മുടെ ഉണ്ണിക്കുട്ടിനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എനിക്കത് പണയപ്പെടുത്തേണ്ടി വന്നു അച്ഛാ. ഇപ്പോൾ അത് കയ്യിൽ നിന്നും പോയി. ഇനിയിപ്പോൾ കുഞ്ഞിന് ഓപ്പറേഷൻ നടത്താൻ ഞാൻ എന്തു ചെയ്യും? വിങ്ങുന്ന നെഞ്ചിൽ അമർത്തി പിടിച്ചുകൊണ്ട് പതിയെ അവൾ മുന്നോട്ട് നടന്നു. കണ്ണ് കാണാതെ നെഞ്ചത്തോട് തന്നെ വന്ന് കയറിക്കോ. നടന്നു ചെന്ന് ആരെയോ ഇടിച്ചതും ഞെട്ടലോടെ നന്ദ മുന്നിലേക്ക് നോക്കി. അവിടെ അവളെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ശബരിയെ കണ്ടതും അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവൾ ഒഴിഞ്ഞു പോകാൻ ശ്രമിച്ചു. ആ ബാങ്കിൽ നീ ഏതോ ഒരുത്തൻ്റെ കാറിൽ വന്നിറങ്ങുന്നത് കണ്ടലോടി ഞാൻ. അതാരാ? നിന്റെ പുതിയ ആളാ? അതാണോ എന്നെയൊന്നും നീ മൈൻഡ് ചെയ്യാത്തത്? എത്ര വേണമെങ്കിലും നിനക്ക് തരാമെന്ന് പറഞ്ഞതല്ലേടി? പോകാൻ തുടങ്ങി നന്ദയുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് തന്നെ വലിച്ചടിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു കേട്ടതും നന്ദ വിതുമ്പിപ്പോയി. വീട് പോയതും ബാങ്ക് മാനേജരുടെ സംസാരവും മുന്നോട്ടിനി എന്ത് എന്നുള്ള ആകുലതയും ഒക്കെ കുഴഞ്ഞു നിന്ന നന്ദ ശബരിയുടെ സംസാരം കൂടെ കേട്ടതും കരഞ്ഞുപോയി. അവളെ പെട്ടെന്നുള്ള കരച്ചിൽ കണ്ടതും ശബരി ചുറ്റുമൊന്ന് നോക്കി. ഉച്ചയായതുകൊണ്ട് തന്നെ പാടത്തുള്ളവരെല്ലാം ഭക്ഷണം കഴിക്കാൻ പോയതുകൊണ്ട് ചുറ്റും ആളും അനക്കവും ഒന്നുമില്ലായിരുന്നു. ഡി നിർത്തടി പോലെ, ഞാനെന്ത് പറഞ്ഞിട്ടാ നിങ്ങനെ കിടന്ന് മോങ്ങുന്നേ? കരഞ്ഞുകൊണ്ട് റോഡിൽ തന്നെ തളർന്ന് തല താഴ്ത്തി ഏങ്ങലടിക്കുന്നവളെ തോളിൽ പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചവൻ. പക്ഷെ ആകെ തകർന്നു പോയ നന്ദയ്ക്ക് അവനൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാം കൊണ്ടും കുഴഞ്ഞു പോയവൾ ബോധമറ്റ് ആ റോഡിൽ വീഴുമ്പോൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കിയവൻ. ഡി നന്ദേ, ഒന്ന് എഴുന്നേറ്റ് നീ. നന്ദയുടെ കവളിൽ തട്ടി വിളിക്കുമ്പോൾ അവളിൽ അനക്കമൊന്നും കാണാതെ വന്നവൻ നെഞ്ചിൽ കൈവച്ചു പോയി. അയ്യോ അണ്ണാ, നിങ്ങൾ ചേച്ചി എന്ത് ചെയ്തു? പശുവിനുള്ള പുല്ലും ചെത്തി റോഡിലേക്ക് കയറി ചിപ്പി കാണുന്നത് റോഡിൽ കിടക്കുന്ന നന്ദയുടെ നേരെ മുഖം അടുപ്പിക്കുന്ന ശബരിയാണ്. അവളുടെ ഒച്ച കേട്ടതും ശ്വാസം നേരെ വീണ ശബരി നടന്നത് അതേപോലെ പറയുമ്പോൾ അവനെ നോക്കി അവൾ കണ്ണുരുട്ടിയിരുന്നു. ചേച്ചി എഴുന്നേൽപ്പിച്ച് ആ മരത്തിന് ചോട്ടിലിരുത്ത്. ഇവിടെ മൊത്തം വെയിലല്ലേ? അടുത്ത് കാണുന്ന മരം ചൂണ്ടി ചിപ്പി പറഞ്ഞുകൊണ്ട് തോട്ടിലിറങ്ങി കൈക്കുമ്പിളിൽ നിറയെ വെള്ളം എടുത്തിരുന്നു. ആ സമയം നന്ദയെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അവൻ ആ മരത്തിലെ തണ്ടിൽ ഇരുത്തുമ്പോൾ ശബരിയുടെ നെഞ്ചിൽ ചാഞ്ഞു പോയവൾ. ഡി കണ്ണു തുറന്നേ. ചിപ്പി നന്ദയുടെ മുഖത്ത് വെള്ളം ഒഴിച്ചതും അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് ശബരി നന്ദയെ തട്ടി വിളിച്ചു. അയ്യോ അണ്ണാ, ചേച്ചി കണ്ണു തുറക്കുന്നില്ലല്ലോ. ചിപ്പി വിളിച്ചു പറഞ്ഞു കേട്ട് ശബരിയും ഒന്ന് പേടിച്ചു. വീട്ടിലോട്ടുള്ള വഴിയിൽ ഇനി വേറെ വീടോ കടയോ ഒന്നുമില്ലല്ലോ. മാത്രമല്ല ഇപ്പോൾ ഒരുത്തനും ഈ വഴി വരികയുമില്ല. നീ വേഗം ആ പുല്ല് കൊണ്ടുകൂടെ വാ. നമുക്കിവളെ എൻ്റെ വീട്ടിലേക്ക് എടുക്കാം. അവിടെ ഇവളുടെ അമ്മയും ആ കൊച്ചു ചെറുക്കനും മാത്രമല്ലേ ഉള്ളൂ. രണ്ടും കൂടെ കരഞ്ഞു വിളിച്ച എല്ലാത്തിനെയും വാരിപ്പിറകെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ശബരി പറഞ്ഞുകൊണ്ട് കുഴഞ്ഞു കിടക്കുന്ന നന്ദയെ തോളിലെടുത്ത് കിടത്തി തൻ്റെ വീട്ടിലേക്ക് നടന്നു. പുറകെ തന്നെ തലയിൽ പുല്ലുമായി ചിപ്പിയും. അതിൻ്റെ കൂടെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുന്നുമുണ്ട് ചിപ്പി. ആ വീട്ടിലുള്ളത് മുഴുവനും ഇവളാണെന്ന് തോന്നി തിന്നുന്നത്. എന്ത് ഭാരമാണ്! മനുഷ്യൻ്റെ നാട് പൊടിഞ്ഞു പോയി. ശബരിയുടെ വീടിൻ്റെ തിണ്ണയിൽ അവളെ കൊണ്ടിരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു കേൾക്കെ ചിപ്പി അവനെ കോർപ്പിച്ച് നോക്കി. ചുമ്മാ നോക്കിയിരിക്കാതെ കഞ്ഞിവെള്ളം വല്ലതും ഉണ്ടെങ്കിൽ ഇത്തിരി എടുക്കടി, എന്നിട്ട് ഇതിൻ്റെ വായിലോട്ട് ഒഴിച്ചു കൊടുക്ക്. മനുഷ്യനെ മെനക്കെടുത്താൻ. അവൻ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ചിപ്പി വീടിനകത്തേക്ക് ഓടിപ്പോയിരുന്നു. ഓഫ്, കിടക്കുന്നത് കണ്ട കടിച്ചെടുക്കാൻ തോന്നുന്നില്ല ഭഗവാനെ. ഇവൾക്ക് ഇതൊക്കെ നേരിട്ടോടെ, വെറുതെ മനുഷ്യനെ വഴിതെറ്റിക്കാൻ. ആഗ്രഹം കയറി വലുതും പിടിച്ചു പോയാലോ പിന്നെ പീഡനമായി. പിന്നെ എങ്ങനെ നാട് നന്നാകും? നന്ദിയുടെ മാറിക്കിടന്ന സാരി നേരെ പിടിച്ചിട്ടുകൊണ്ട് അവൾ ഉയർന്ന മാറും ഒതുങ്ങി അരക്കെട്ടും അവൻ മറച്ചു വെച്ചു. അണ്ണാ, ചേച്ചി ഒന്ന് പിടിച്ചിരുത്തിക്കേ. ചിപ്പി വെപ്രാളത്തോടെ അകത്തുനിന്നും വെള്ളം കൊണ്ടുവന്ന് പറഞ്ഞ കേട്ടതും ശബരി നന്ദിയെ പിടിച്ച് തന്നെ നെഞ്ചോട് ചേർത്ത് തിരിച്ചിരുത്തി. കയ്യിലിത്തിരി വെള്ളം എടുത്ത് നന്ദയുടെ മുഖത്ത് തളിച്ചുകൊണ്ട് അവളെ കവളിൽ തട്ടി വിളിച്ചു ചിപ്പി. ചേച്ചി കണ്ണ് തുറന്നേ, എന്നിട്ട് ഈ വെള്ളം കുടിക്ക്. ചെറുതായി നന്ദയുടെ കണ്ണ് അനങ്ങുന്ന കണ്ടതും ചിപ്പി വേഗം പറഞ്ഞുകൊണ്ട് വന്ന കഞ്ഞിവെള്ളം നന്ദയുടെ ചുണ്ടിൽ മുട്ടിച്ചു കൊടുത്തു. ആകെ ക്ഷീണിച്ച അവശയെ നന്ദ പതി അത് മുഴുവനും കുടിച്ചു തീർത്തു. പാവം, നല്ല ദാഹമുണ്ടായിരുന്നു തോന്നുന്നു. ചിപ്പി പറഞ്ഞിട്ട് പാത്രങ്ങളെടുത്ത് അകത്തേക്ക് നടന്നു. എനിക്കുണ്ട് ദാഹം. നനഞ്ഞിരിക്കുന്ന നന്ദയുടെ ചുവന്ന തുടുത്ത ചുണ്ടുകൾ കണ്ട് ശബരി അവളെ തൂണിൽ ചാരിയിരുത്തി. അല്ലെങ്കിൽ ശരിയാകില്ല. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ശബരി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മുണ്ടുമുറുക്കിയെടുത്തു. ഡി എഴുന്നേറ്റേ, സ്വന്തം വീട് പോലെ ഇരിക്കുന്ന നോക്കിക്കേ. നിന്റെ വീട്ടിൽ എഴുന്നേറ്റ് പോടി.
കണ്ണ് പതിയെ ചിമ്മി തുറക്കുന്ന നന്ദയുടെ കവിളിൽ തട്ടി ശബരി ദേഷ്യത്തിൽ പറഞ്ഞതും പൂർണ്ണമായി നന്ദ കണ്ണു തുറന്നവനെ നോക്കി. ഒരു നിമിഷം എടുത്തു താൻ എവിടെയാണെന്നറിയാൻ. ഞാനങ്ങനെ ഇവിടെ ശബരിയുടെ വീടാണിപ്പോൾ ഇരിക്കുന്നതെന്ന് കണ്ടതും നന്ദ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. റോഡിൽ ബോധം മറിഞ്ഞ് വീണപ്പോൾ ഇവിടെ കൊണ്ടുവന്നതാ. നിന്റെ വീട്ടിൽ കൊണ്ടുപോയാൽ അവിടെയുള്ളവർ പേടിച്ച് വിളിച്ചാലൊന്ന് കരുതി. ബോധം തെളിഞ്ഞ സ്ഥിതിക്ക് നീ എഴുന്നേറ്റ് വീട്ടിൽ പോകാൻ നോക്ക്. മനുഷ്യനെ മെനുക്കെടുത്താൻ ശബരി അമർഷത്തിൽ പറഞ്ഞു കേട്ടതും നന്ദ അവനെ ദേഷ്യത്തിൽ നോക്കി. തന്നോട് ആര് പറഞ്ഞു എന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ? ബോധം പോയെങ്കിലേ റോഡിൽ കിടക്കുമായിരുന്നല്ലോ. കാര്യം ഇതൊന്നുമല്ല, തൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു. ഡ്രസ്സെല്ലാം നേരെയല്ലേ കിടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നന്ദ ചെറിയത് കേട്ടതും ശബരിക്ക് പെരുത്ത് വന്നു. ചിപ്പൂല്ലേ, നിർത്തടി. നിന്റെ ഈ മുഴുപ്പെല്ലാം കണ്ട് എനിക്കൊരു കൊതിയുണ്ടെന്നത് നേരാ. എന്ന് വെച്ച് ബോധമില്ലാതെ കിടക്കുന്ന നിന്നെ കയറി പിടിക്കാൻ എനിക്ക് കാമഭ്രാന്തൊന്നുമില്ല. ശബരി നന്ദയുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കിടന്ന് നന്ദ അവൻ്റെ കയ്യിൽ തല്ലി മാറ്റാൻ നോക്കി. അയ്യോ അണ്ണ, നിങ്ങൾ എന്തീ കാണിക്കുന്നത്? അകത്തുനിന്ന് ഈ രംഗം കണ്ടുകൊണ്ട് വന്ന ചിപ്പി ആകുലതയോടെ ചോദിച്ചു കേട്ട് ശബരി നന്ദി പുറകിലേക്ക് തള്ളി. ഇവള് പറഞ്ഞു കേട്ട കൈ ഇല്ലാത്തവൻ കൈ വെച്ച് കെട്ടി തല്ലും. അമ്മാതിരി നാക്ക ഇവൾക്ക്. തുപ്പടി, എൻ്റെ വീട്ടിൽ നിന്ന് കുടിച്ച കഞ്ഞിവെള്ളം തുപ്പടി. അത് കഴിഞ്ഞ് പോയാൽ മതി നീ. ദേഷ്യം മാറാതെ വീണ്ടും നന്ദയുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ശബരി പറഞ്ഞത് നന്ദ ദേഷ്യത്തോടെ അവനെ പുറകിലേക്ക് തള്ളി. ഇനി എൻ്റെ ദേഹത്തെങ്ങാനും തൊട്ടാലുണ്ടല്ലോ, ഞാൻ ബോധത്തോടെയൊന്നും അല്ലല്ലോ നിന്റെ വീട്ടിലെ കഞ്ഞിവെള്ളം കുടിച്ചത്. നാളെ നീ എവിടെയെങ്കിലും ചാകാൻ കിടക്കുമ്പോൾ ഞാൻ അക്കാടങ്ങ് വീട്ടിക്കൊള്ളാം. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ആ വീടിന്ന് കടന്നു പോകുന്ന നന്ദയെ നോക്കി ശബരി പല്ല് കടിച്ചു. ആ റോഡിൽ തന്നെ ഇട്ടിട്ട് വന്നാൽ മതിയായിരുന്നു. നന്ദ പോകുന്ന നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ചവിട്ടിക്കുലുക്കി അകത്തേക്ക് പോകുന്ന ശബരിയെ കണ്ട് ചിപ്പി ഒരു ദീർഘശ്വാസം എടുത്തു.